Hello everyone, welcome back to my channel. +2 ബിസിനസ് സ്റ്റഡീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2024 മുതൽ 2018 വരെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഓരോ തവണ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 2024 ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് സൂപ്പർവിഷൻ? 6 റോൾസ് ഓഫ് സൂപ്പർവൈസേഴ്സ്. എന്താണ് സൂപ്പർവിഷൻ എന്നും എഴുതണം. അതിനുശേഷം എന്താണ് സൂപ്പർവൈസറിൻ്റെ റോള് എന്നുള്ളതും എഴുതണം. അപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 8 മാർക്കിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആദ്യത്തെ വാട്ട് ഈസ് സൂപ്പർവിഷൻ എന്നുള്ളതിന് 2 മാർക്സും റോൾസ് ഓഫ് സൂപ്പർവൈസേഴ്സ് എന്നുള്ളതിന് 6 മാർക്സുമാണ്. അപ്പോൾ 6 റോൾസ് പഠിക്കണം. ഇപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ 8 പോയിൻറ്റ്സ് മാക്സിമം പഠിച്ചാൽ മതി. പക്ഷേ 10 പോയിൻറ്റ്സ് ഒക്കെ പഠിച്ചാലാണ് മിനിമം 8 പോയിൻറ്റ്സ് ഞാൻ ഓർത്തിരിക്കുള്ളൂ എന്നുള്ളവരാണെങ്കിൽ ഒരു 10 പോയിൻറ്റ്സ് ഒക്കെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8 സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. 8 സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റിബേറ്റ്, പിന്നെ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽസ് കൂടാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇല്ലേ, കുറേ ഉണ്ട് ടെക്സ്റ്റിൽ. അതിലേതെങ്കിലും 8 പോയിൻറ്റ്സ് പഠിക്കാം. ദെൻ വാട്ട് ഈസ് സെലക്ഷൻ? വൈ ഈസ് ഇറ്റ് നെഗറ്റീവ്? ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ വാട്ട് ഈസ് സെലക്ഷൻ എന്നുള്ളത് എഴുതണം. അതിനുശേഷം എന്തുകൊണ്ടാണ് സെലക്ഷൻ എന്നുള്ളത് നെഗറ്റീവ് പ്രോസസ്സാണെന്ന് പറയുന്നത്, ആ റീസൺ എഴുതണം. ദെൻ സെലക്ഷൻ എന്നുള്ളതിൽ കുറച്ച് ടെസ്റ്റുകളുടെ പേരുകൾ പറയുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൾ പഠിക്കണം. ദെൻ 2023 ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് പഠിക്കണം. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഡയഗ്രാം. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും അത് ഡയഗ്രാം വരച്ച് ചെയ്യാനും ഡയഗ്രാം വരച്ചിട്ട് മാർക്ക് ചെയ്യാനും പഠിക്കാം. ദെൻ 4 P's. പ്രൈസ്, പ്ലേസ്, പ്രൊഡക്റ്റ്, പ്രൊമോഷൻ. ഈ 4 P ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 2022 ക്വസ്റ്റ്യൻ നോക്കാം. ഹെൻറി ഫയലിൻ്റെ 8 പ്രിൻസിപ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററിൽ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്. കണ്ടോ, ഇവിടെയും 2023 ആയിട്ട് ചോദിച്ചിട്ടുണ്ട് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്. അപ്പോൾ ഇപ്പോൾ തന്നെ സ്റ്റാഫിങ്ങിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ 2 തവണ നമ്മൾ കണ്ടു. 2021 നോക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി. നീഡ് ഹൈറാർക്കി ആ ഒരു ഡയഗ്രാം വരച്ചിട്ട് വേണം എഴുതാനായിട്ട്. ദെൻ 4 P's. 4 P'സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ 2023 കണ്ടതാണ്, റിപ്പീറ്റഡ് കണ്ടോ. ദെൻ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്, അതും നമ്മൾ ഇവിടെ 2022 കണ്ടതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്. 2021 കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ആ കൊറോണ ടൈമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുകൊണ്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നത്. 2020 നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വർടൈസിങ്ങിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. 2019 ചോദിച്ചേക്കുന്നത് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പുറത്തും കണ്ടു, 2022 കണ്ടു, 2023 കണ്ടു. ദെൻ അഗെയിൻ 2019 സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ഇത് 2020 കണ്ടത് തന്നെയാണ്. മെഷേഴ്സ് ടു ഓവർകം, ഇതെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള ഒരു ഇതും കൂടെ എഴുതണം. ദെൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ഡിറ്റർമൈൻ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വരുന്നുണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് കണക്റ്റഡ് ആയിട്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ദെൻ 2023 സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ചതാണ്, അതായത് ഈ പറയുന്ന ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. 4 എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി, അത് റിപ്പീറ്റഡ് ആണ്. ഫിക്സ്ഡ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. 2022 സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ചത് 8 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ. 4 എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, അതിൻ്റെ ഡയഗ്രാം. 2019 ചോദിച്ചേക്കുന്നത് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്. കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ കുറേ തവണയായി കാണുന്നു. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അഗെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറേ റിപ്പീറ്റഡ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ഡിറ്റർമൈൻ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. ദെൻ അഗെയിൻ 2018 സെലക്ഷൻ്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ.
2017 ചോദിച്ചിട്ടുള്ളത് ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെയുള്ളൊരു സബ് ക്വസ്റ്റൻ ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയേ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, വെരി ഈസി ക്വസ്റ്റൻ ആണ്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ അതും കൂടി പഠിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ തന്നെ കുറേ എസ്സേ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇത് എസ്സേ മാത്രമായിട്ട് ചോദിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇത് ചെറിയ മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആവും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.